ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഒരിക്കൽ കൂടി വൻ ശക്തികൾ തമ്മിലുള്ള കടുത്ത നയതന്ത്ര യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. റൊമാനിയയിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ മോസ്കോ ആണെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും ആരോപണങ്ങളെ റഷ്യൻ പ്രതിനിധി വസലി നെബൻസിയ കടുത്ത ഭാഷയിൽ തള്ളിക്കളഞ്ഞതോടെയാണ് യുഎന്നിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. റൊമാനിയൻ അതിർത്തിയിൽ ഉണ്ടായ ഈ ഡ്രോൺ സ്ഫോടനം മേഖലയിലെ സംഘർഷം നാറ്റോ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ഭീതി പരത്തുന്നതിനിടയിലാണ് യുഎന്നിലെ വാക്പോര് നടന്നത്. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും പാശ്ചാത്യ സഖ്യവും തെളിവുകളില്ലാതെ റഷ്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണെന്ന് വസലി നെബൻസിയ സുരക്ഷാ കൗൺസിലിൽ ആക്രോശിച്ചു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പഴിചാരലുകൾക്ക് പകരം തികച്ചും നിഷ്പക്ഷവും രാഷ്ട്രീയ മുക്തവുമായ ഒരു അന്വേഷണം വേണമെന്നാണ് റഷ്യൻ പ്രതിനിധി ആവശ്യപ്പെട്ടത്. ഈ സംഭവത്തെ മുൻനിർത്തി റഷ്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വികാരം ഇളക്കിവിടാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആക്രമണത്തിന് ഉപയോഗിച്ചുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന റഷ്യൻ നിർമ്മിത ഗെറാൻ 2 ഡ്രോണുകളുടെ പ്രഹരശേഷിയും റൊമാനിയയിലുണ്ടായ നാശനഷ്ടങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് മോസ്കോ യുഎന്നിൽ വാദിച്ചത്. ഗെറാൻ ഡ്രോണുകൾ പതിച്ചിരുന്നെങ്കിൽ ആ കെട്ടിട സമുച്ചയം പൂർണ്ണമായും തകരുമായിരുന്നുവെന്നും എന്നാൽ അവിടെ ഉണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിന്റെ ലക്ഷണങ്ങളല്ല കാണിക്കുന്നതെന്നും റഷ്യൻ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന നിലപാടിലാണ് റഷ്യ ഉറച്ചുനിന്നത്. ഈ വിവാദത്തിൽ റൊമാനിയൻ അധികൃതർ തന്നെ ആദ്യം പുറത്തുവിട്ട പ്രസ്താവനകളെ ആയുധമാക്കിയാണ് റഷ്യ സുരക്ഷാ കൗൺസിലിൽ തിരിച്ചടിച്ചത്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യൻ ഡ്രോണുകളെ തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച പിഴവാകാം ഇതെന്ന സൂചന റൊമാനിയൻ കേന്ദ്രങ്ങൾ തന്നെ നൽകിയിരുന്നു. യുക്രൈൻ മിസൈലുകൾ തട്ടിയതിനെ തുടർന്ന് ഡ്രോണിന്റെ പാത വ്യതിചലിച്ചതാകാം റൊമാനിയയിലെ ജനവാസ മേഖലയിൽ അത് പതിക്കാൻ കാരണമെന്ന ശക്തമായ വാദമാണ് റഷ്യ ഉയർത്തിയത്. മുൻകാലങ്ങളിൽ യുക്രൈൻ നടത്തിയ സമാനമായ പിഴവുകളെയും അവ റഷ്യയുടെ തലയിൽ കെട്ടിവെക്കാൻ നടന്ന ശ്രമങ്ങളെയും നെബൻസിയ കൗൺസിലിൽ ഓർമ്മിപ്പിച്ചു. പോളണ്ടിൽ യുക്രൈൻ മിസൈൽ പതിച്ചപ്പോൾ അത് റഷ്യൻ ആക്രമണമാണെന്ന് വരുത്തി തീർക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും പാശ്ചാത്യ രാജ്യങ്ങളും അടിയന്തരമായി ശ്രമിച്ച മുൻകാല സംഭവം അദ്ദേഹം എടുത്തു പറഞ്ഞു. അത്തരം തെറ്റായ ആരോപണങ്ങളുടെ മറ്റൊരു ആവർത്തനം മാത്രമാണ് ഇപ്പോൾ റൊമാനിയൻ അതിർത്തിയിലും സംഭവിക്കുന്നതെന്ന് റഷ്യ തുറന്നടിച്ചു. റൊമാനിയൻ ഡ്രോൺ വിവാദം കത്തി നിൽക്കുന്നതിനിടയിൽ സപ്പോറിഷ്യ ആണവ നിലയത്തിന് നേരെ യുക്രൈൻ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ ഉയർത്തുന്ന ആണവ ദുരന്ത സാധ്യതയെക്കുറിച്ചും റഷ്യൻ പ്രതിനിധി സുരക്ഷാ കൗൺസിലിന് മുന്നറിയിപ്പ് നൽകി. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയത്തിന് നേരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന പ്രകോപനങ്ങൾ വലിയൊരു ആണവ ദുരന്തത്തിന് വഴി തുറക്കുമെന്നും റൊമാനിയയിലെ ഡ്രോൺ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വലിയ അപകടത്തിന് നേരെ കണ്ണടയ്ക്കുന്നതെന്നും റഷ്യ ചോദിച്ചു. റൊമാനിയൻ അതിർത്തിയിലെ ചെറിയൊരു സ്ഫോടനത്തെ ആഗോള യുദ്ധമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ റഷ്യൻ പ്രതിനിധി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. റഷ്യൻ അതിർത്തി ഗ്രാമമായ സ്റ്റാരോബിൽസ്കിൽ യുക്രൈൻ സൈന്യം നടത്തിയ മാരകമായ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ച് യുഎൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ലെന്ന് നെബൻസിയ ചോദ്യമുന്നയിച്ചു. സാധാരണക്കാരായ നിരവധി റഷ്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട ആ ക്രൂരതയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സുരക്ഷാ കൗൺസിലിൽ റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന ഈ വാക്കേറ്റം കേവലം ഒരു ഡ്രോൺ വീഴ്ചയുടെ തർക്കം മാത്രമല്ല, മറിച്ച് നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. റൊമാനിയ ഒരു നാറ്റോ അംഗരാജ്യമായതിനാൽ അവിടുത്തെ ജനവാസ മേഖലയിൽ റഷ്യൻ ഡ്രോൺ പതിച്ചു എന്നത് നാറ്റോയുടെ 5ാം വകുപ്പ് പ്രകാരമുള്ള സംയുക്ത സൈനിക നീക്കത്തിന് കാരണമായേക്കാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യ തങ്ങളുടെ ഭാഗം അതീവ ശക്തമായി യുഎന്നിൽ വാദിച്ചത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിനിധികൾ റഷ്യയുടെ വാദങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും യുക്രൈൻ അതിർത്തി കടന്നുള്ള റഷ്യൻ ഡ്രോൺ സമുച്ചയങ്ങൾ അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യൻ പ്രതിനിധിയാകട്ടെ യുക്രൈനിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനാണ് ഈ യുദ്ധം നീണ്ടുപോകാനും അയൽ രാജ്യങ്ങളിലേക്ക് സംഘർഷം പടരാനും പ്രധാന കാരണമെന്ന് കുറ്റപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണെന്നും റഷ്യൻ പ്രതിനിധി പരിഹസിച്ചു. ഈ നാടകീയമായ വാക്പോര് യുഎൻ സുരക്ഷാ കൗൺസിലിന്റെ നിസ്സഹായാവസ്ഥയെ ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടുന്നതായിരുന്നു.
വീട്ടു അധികാരമുള്ള റഷ്യയും പാശ്ചാത്യ ശക്തികളും നേർക്കുനേർ വന്നതോടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രമേയം പാസാക്കാൻ കൗൺസിലിന് സാധിച്ചില്ല. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം ഉറപ്പാക്കേണ്ട UN വേദികൾ ഇപ്പോൾ പരസ്പരം ചെളിവാരിയെറിയാനും രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്താനുമുള്ള വേദികളായി മാറുകയാണെന്ന വിമർശനം നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. റിഫത്ത് ചാവേദ് ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് റൊമാനിയൻ ഡ്രോൺ വിവാദം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കാനും യുക്രൈനിലേക്ക് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയക്കാനും ഒരു കാരണമായി ഉപയോഗിച്ചേക്കാം. എന്നാൽ റഷ്യ ആകട്ടെ അതിർത്തി കടന്നുള്ള ഇത്തരം പ്രകോപനങ്ങൾക്ക് മുൻപിൽ തങ്ങൾ സൈനികമായ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന കടുത്ത സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ റൊമാനിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകൾ ഈ സംഘർഷത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. യുക്രൈന്റെ വ്യോമ പ്രതിരോധ മിസൈലുകളാണ് ഇതിന് കാരണമായതെന്ന് തെളിഞ്ഞാൽ അത് പാശ്ചാത്യ സഖ്യത്തിന് വലിയൊരു നയതന്ത്ര തിരിച്ചടിയാകും. എന്നാൽ റഷ്യൻ ഡ്രോൺ മനഃപൂർവ്വം നാറ്റോ അതിർത്തി ലംഘിച്ചതാണെന്ന് കണ്ടെത്തിയാൽ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സൈനിക സാഹചര്യം കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല.